വൃദ്ധസദനങ്ങൾ വർത്തമാന കേരളത്തിലെ പതിവ് കാഴ്ചകളാണ്. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഇന്ന് അവർ ജന്മം നൽകിയ മക്കൾക്ക് ഭാരവും ശല്യവുമായി തീരുന്നുണ്ടോ? ഉപയോഗമില്ലാത്തതെന്തും ഉപഭോഗ സംസ്കാരത്തിന് വേസ്റ്റാണല്ലോ. ഉപയോഗിച്ച് വലിച്ചെറിയുക എന്നതാണ് ആധുനിക കാല മുദ്രാവാക്യം. യൂസ് ആൻഡ് ത്രോ സംസ്കാരം. മനുഷ്യബന്ധങ്ങൾ അപ്രത്യക്ഷമായി മനസ്സിൽ മരുഭൂമികൾ ഉണ്ടാവുന്ന ഇക്കാലത്ത് വൃദ്ധരായ അമ്മമാരെ ആരാധനാലയങ്ങളുടെയും മറ്റും സമീപത്ത് ഉപേക്ഷിക്കുന്ന പുതിയ രീതികളും നിത്യവും വാർത്തകളിൽ ഇടം തേടുന്നു. ഓർമ്മകളുടെ ബന്ധനത്തിലൂടെ അമ്മ എന്ന സത്യത്തിൻ്റെ സാക്ഷാത്കാരം നടത്തുന്ന ഒരു അനുഭൂതി വിശേഷത്തെ ആവിഷ്കരിക്കുകയാണ് പുതുതലമുറയിലെ ശ്രദ്ധേയനായ കവി ശ്രീ റഫീഖ് അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന കവിതയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും MJ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യമായി നമുക്ക് ഈ കവിതയിലെ വരികൾ ഒന്ന് ചൊല്ലി നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കൂ. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ട് മോരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ, നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല എന്തിനെന്നും, പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി, പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു. പെറ്റുകിടക്കും തെരുവു പട്ടിക്കെന്തൊരൂറ്റം, കുരച്ചത് ചാടി കുതിക്കുന്നു. ജില്ലാശുപത്രിക്കരികിലൊരേയൊരു കട മാത്രം ഉറക്കച്ചടവുമായി 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തൊരിരുളിടം. പക്ഷേ പടികളെന്തിലോ തടഞ്ഞു പോയി, പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ട പടിയോരോന്ന് കേറിക്കിതച്ചതും. അന്നത്തെ സൂചി പ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. അന്നത്തെ സൂചി പ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല, കുട്ടിയേകാന്തത കണ്ണ് പൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനി. പൊട്ടിക്കരഞ്ഞും ശടിച്ചും കുതറിയുമെത്തിയും ഉച്ചയാവോളം അമ്മയ ചുറ്റുമതിലിൻ പുറത്തു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും. പിച്ചിയതാര് കരിഞ്ഞൊരി കൈകളോ, പെട്ടെന്ന് വാഹനം മുന്നോട്ട് പോകയായി. എങ്ങിനി കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെയവർ. എങ്ങിനി കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെയവർ. ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ. ആരാണ് മുന്നിൽ പുറത്തേക്ക് ശാന്തനായ ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ? ഏറെ തണുക്കുന്നു
ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം, അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട്, മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം, പുലർച്ചയിലോലക്കൊടികൾ പുകയുന്നതിൻ മണം. ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും. മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി, പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞു മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. ഈ കവിത നിങ്ങൾ നന്നായി ആസ്വദിച്ചിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. എങ്കിൽ ഈ കവിതയുടെ ആശയം ഒന്ന് ചുരുക്കി പറയാമോ? മകന്റെ കാഴ്ചകളിലൂടെയും ചിന്തകളിലൂടെയും ഓർമ്മകളിലൂടെയുമാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത് എന്ന് സാരം. അമ്മയെ ക്ഷേത്ര ദർശനത്തിനാണെന്ന രീതിയിൽ മകൻ കാറിൽ കയറ്റി ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുകയാണ്, അല്ലേ? ഉപേക്ഷിക്കാൻ പറ്റിയ ഒരിടവും മകന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കാതെ വന്നത്? അതെ, അമ്മയോടൊത്തുള്ള ജീവിത മുഹൂർത്തങ്ങൾ, ഗതകാല സംഭവങ്ങൾ ഓർമ്മകളായി കടന്നു വന്ന് മകനെ ബന്ധനത്തിലാക്കുന്നു. അമ്മയെ തനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ അയാൾ കാറിൻ്റെ പിൻസീറ്റിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു കണ്ടത്? അമ്മ വലത്തോട്ട് പൂർണ്ണമായും ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ അപ്പോഴും മകന് വേണ്ടി തുറന്നിരിക്കുന്നു എന്ന് എഴുതിക്കൊണ്ടാണ് കാലിക പ്രസക്തമായ ഈ കവിത റഫീഖ് അഹമ്മദ് അവസാനിപ്പിക്കുന്നു. കവിതയുടെ ആശയവും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് കവിതയുടെ ആസ്വാദനാംശങ്ങൾ കണ്ടെത്താം. ആസ്വാദനാംശങ്ങൾ കണ്ടെത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കാലിക പ്രസക്തമായ ഈ പ്രമേയം വായനക്കാർക്ക് പകർന്നു നൽകാൻ അദ്ദേഹം ആവിഷ്കരിച്ച തന്ത്രങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടെത്താം. അതിനുപയോഗിച്ച രീതികൾ ഏതെല്ലാം എന്ന് കണ്ടെത്താം. ചമൽക്കാര ഭംഗി, പ്രയോഗഭംഗി, താളഭംഗി എന്നിവയും കണ്ടെത്താം. ഈ കാര്യങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഇനി വരികൾ ശ്രദ്ധിക്കൂ. പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി, പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. അമ്മയുടെ കണ്ണുകളെ എങ്ങനെയാണ് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ കണ്ടെത്തിയോ? മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണത്തോട്. എന്തുകൊണ്ടായിരിക്കാം അമ്മയുടെ കണ്ണുകളെ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണം എന്ന് വിശേഷിപ്പിച്ചത്? നമുക്ക് വിശകലനം ചെയ്യാം. അതിനു മുമ്പായി പിഞ്ഞാണം എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് ഭക്ഷണ സാധനങ്ങൾ വിളമ്പിയിരുന്ന ഒരു പാത്രമാണ് പിഞ്ഞാണം. ഇപ്പോൾ പിഞ്ഞാണങ്ങൾ കാണാൻ ഇല്ല എന്ന് തന്നെ പറയാം. പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. പുതിയ പിഞ്ഞാണം വെണ്മയമാർന്നതായിരിക്കും, നല്ല വെണ്മയുള്ളതായിരിക്കും. എന്നാൽ നിരന്തരമായ ഉപയോഗം നിമിത്തം അതിന് നിറം മങ്ങി മഞ്ഞ നിറമായി പോകും. നിറം മങ്ങിയ പിഞ്ഞാണം പിന്നീട് ഉപയോഗശൂന്യമാവുമ്പോൾ അത് ഉപേക്ഷിക്കുകയും ചെയ്യും. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. നിരന്തരമായ ഉപയോഗത്താൽ അമ്മയുടെ കണ്ണുകൾ മങ്ങി പഴകിയ പിഞ്ഞാണവർണ്ണമായിരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. അമ്മയുടെ കണ്ണിൻ്റെ തെളിമയും ഭംഗിയും നഷ്ടമായി എന്ന സൂചനയാണ് ഈ പ്രയോഗത്തിൽ തെളിയുന്നത്. പ്രായാധിക്യത്താൽ പീള അടിഞ്ഞ് നിറം മങ്ങിയ കണ്ണുകൾ അമ്മയുടെ ദൈന്യം വിളിച്ചോതുന്നുണ്ട്. നിറം മങ്ങി മഞ്ഞ കലർന്ന പിഞ്ഞാണവർണ്ണം എന്ന പ്രയോഗം അമ്മയുടെ കണ്ണുകളിലെ ആർദ്രതയും ദൈന്യതയും സൂചിപ്പിക്കുന്നു. ഏറെക്കാലം മകനെ പൊന്ന് പോലെ കാത്തു സൂക്ഷിച്ച ആ കണ്ണുകളിൽ കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മനോഹരമായ മറ്റൊരു പ്രയോഗം നോക്കൂ. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട്. വാർദ്ധക്യത്തിലെത്തിയ ആ അമ്മയുടെ കൈകളെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മെലിഞ്ഞുണങ്ങിയ കൈകളെ നീര് വറ്റിയ ചുള്ളിക്കമ്പിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രായമാകുമ്പോഴുള്ള മനുഷ്യാവസ്ഥ സൂചിപ്പിക്കാൻ ഈ പ്രയോഗത്തിലൂടെ സാധിക്കുന്നു.
വാർദ്ധക്യത്തിലെത്തുമ്പോൾ ശരീരത്തിലെ മാംസള ഭാഗങ്ങൾ ക്ഷയിച്ച് തൊലി എല്ലിനോട് ചേർന്നിരിക്കും. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളി എന്ന പ്രയോഗം എത്രമാത്രം ആലോചനാപ്രദമാണ്. സ്വയം ബുദ്ധികെട്ട് കരിന്തിരിയാളുന്ന അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റിയ ഒരിടം അന്വേഷിച്ച് നടക്കുകയാണ് മകൻ. നാളെ ഉണരാൻ വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്ന വിജനമായ തെരുവിൽ ഒരു മാളിന് മുമ്പിലാണ് അയാൾ അമ്മയെ ഉപേക്ഷിക്കാൻ ആദ്യമായി ശ്രമിക്കുന്നത്. ഇവിടെ പെരുമാൾ എന്നും പെരുമാൾ എന്നുമുള്ള പ്രയോഗം ശ്രദ്ധേയമാണ്. ഈ പെരുമാൾ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അതെ, നിങ്ങൾ ഉദ്ദേശിച്ച അതേ അർത്ഥം തന്നെ, വലിയ മാൾ എന്നല്ലേ? പെരുമാൾ എന്നാൽ വലിയ മാൾ. അതെ, വലിയ കച്ചവട കേന്ദ്രങ്ങളാണല്ലോ മാളുകൾ. നമുക്കാവശ്യമുള്ള ആകാശത്തിന് കീഴുള്ള എന്തും കിട്ടുന്ന ഒരിടം അല്ലേ? പെരുമാൾ എന്നാൽ രാജാവ്, ദൈവം എന്നൊക്കെയാണ്. മാളിന് മുമ്പിൽ അമ്മയെ ഇറക്കി വിട്ടാലോ എന്ന് അയാൾ ആലോചിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത് പറയൂ. അവിടെ പെറ്റുകിടക്കുന്നൊരു തെരുവ് പട്ടി ഉണ്ടായിരുന്നു അല്ലേ? ആ പട്ടി എന്താ ചെയ്തത്? അത് കുരച്ചുകൊണ്ട് അയാൾക്ക് നേരെ ചാടി കുതിച്ചു. അമ്മയെ വീക്ഷിക്കാൻ തിരഞ്ഞെടുത്ത ഈ സ്ഥലത്ത് കവി എന്തിനായിരിക്കും പെറ്റുകിടക്കുന്ന പട്ടി അവതരിപ്പിച്ചത്? കാവ്യസന്ദർഭത്തിൽ ഇങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തിയില്ലേ? നമുക്കൊന്ന് പരിശോധിക്കാം. തന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അമ്മയെ ഉപേക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് മകൻ. മാളിനരികെ ആരും ആരെയും ശ്രദ്ധിക്കാത്തൊരിടം അയാൾ കണ്ടെത്തുന്നു. എന്നാൽ അവിടെ പെറ്റുകിടക്കുന്ന പട്ടി അയാൾക്ക് നേരെ കുരച്ച് ചാടുന്നതാണല്ലോ കാവ്യസന്ദർഭം. തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത ആ തെരുവ് പട്ടിയിൽ നമുക്ക് കാണാം. മനുഷ്യർക്കില്ലാത്ത കരുതൽ, സ്നേഹം എന്നിവ മൃഗങ്ങൾക്കുണ്ടെന്ന് കാണിക്കാനല്ലേ കവി പട്ടിയിലൂടെ ശ്രമിക്കുന്നത്? മൃഗങ്ങൾക്ക് പോലും മാതൃപുത്ര ബന്ധത്തിൻ്റെ വിലയുണ്ടെന്ന് പറയാനുള്ള കവിയുടെ ശ്രമമാണ് ഈ സന്ദർഭത്തിൽ തെളിയുന്നത്. മക്കളെ പ്രസവിച്ച് വളർത്തി വലുതാക്കുന്നതിൽ അമ്മമാർ നേരിടുന്ന പ്രയാസങ്ങൾ എത്രമാത്രമാണെന്ന് മകനെ ഓർമ്മപ്പെടുത്താനുള്ള സന്ദർഭമായും നമുക്ക് ഈ സന്ദർഭത്തെ വിലയിരുത്താം. പിന്നീട് അയാൾ കണ്ടെത്തിയ ഇടം ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള രാക്കടയ്ക്ക് പിന്നിലെ ഒരു ഇരുളിടമാണ്. അവിടെ വേണമെങ്കിൽ ഉപേക്ഷിക്കാം, എന്നാൽ അവിടെയും ഉപേക്ഷിക്കാൻ മകന് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്തായിരുന്നു കാരണം? ഇന്നലകളിൽ അമ്മയുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ അദ്ദേഹത്തെ പിടികൂടുന്നു. കുട്ടിക്കാലത്ത് പനി പിടിച്ച് അവശനായപ്പോൾ തന്നെയും എടുത്ത് അമ്മ ആശുപത്രിയിൽ ഓടിക്കിതച്ച് കയറിയതും കുത്തിവെച്ചതുമെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ സൂചിപ്രയോഗത്തിൻ്റെ നീറ്റലോടെ കടന്നു പോകുന്നു. സൂചിപ്രയോഗത്തിൻ്റെ നീറ്റൽ പോലെ എന്ന പ്രയോഗം ഇവിടെ അന്വർത്ഥമാണ്. അമ്മയോട് ചെയ്യുന്നത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന കുറ്റബോധമാണ് മകൻ്റെ മനസ്സിൽ കുറ്റബോധത്തിൻ്റെ നീറ്റലുണ്ടാക്കുന്നത്. ശരിയല്ലേ? കാറ് പിന്നെയും മുന്നോട്ട് നീങ്ങി. കുട്ടിയേകാന്തത കണ്ടുപൊത്തിക്കളിക്കുന്ന വെട്ടവും ആളുമില്ലാത്ത വിദ്യാലയമുറ്റത്ത് അയാൾ എത്തുന്നു. അവിടെ അമ്മ ഉപേക്ഷിച്ചു ഇല്ല. എന്തായിരുന്നു കാരണം? അമ്മയുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ അവിടെയും അയാളെ ബന്ധനത്തിലാക്കുന്നു. അത് തന്നെ കാരണം. സ്കൂളിൽ പോയപ്പോൾ കരഞ്ഞതും വാശി പിടിച്ചതും ഉച്ചവരെ മതിലിൻ്റെ പുറത്ത് അമ്മ കാവൽ നിന്നതും മകൻ്റെ ഓർമ്മയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആരോ പിച്ചിയതുപോലെ അയാൾക്ക് തോന്നി. ഇനി എവിടെയാണ് അമ്മയെ കൊണ്ടുപോകേണ്ടത്? സ്വബുദ്ധി നശിക്കുന്നത് വരെ അവർ ഒരു തവണയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ കോവിലിലേക്കായാലോ എന്നയാൾ ചിന്തിക്കുകയാണ്. പക്ഷേ അവിടെയും ആരോ ഉണ്ട് എന്ന തോന്നൽ അയാൾക്കുണ്ടാവുകയാണ്. മനുഷ്യൻ്റെ ക്രൂരതകൾ കണ്ട് അശാന്തനായ ഈശ്വരൻ കാറ്റുകൊള്ളാനായി പുറത്തിറങ്ങിയതാണോ എന്നും മകൻ ചിന്തിക്കുന്നു. സ്വയം ബുദ്ധികെട്ട് കരിന്തിരിയാളും വരെ എന്ന പ്രയോഗം ഈ സന്ദർഭത്തിലേറെ അന്വർത്ഥമാണ്. തിരിയിലെ എണ്ണ വറ്റിക്കഴിയുമ്പോഴാണല്ലോ അത് കരിന്തിരിയായിത്തീരുന്നത്. അമ്മ ഇവിടെ കരിന്തിരിയായി കഴിഞ്ഞിരിക്കുന്നു. ആശയം ചർച്ച ചെയ്ത് സമകാലീന സംഭവങ്ങളുമായി കുറിപ്പ് തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനം ഈ ഭാഗത്തു നിന്നും ചോദിച്ചേക്കാം. അയാൾ കാറിൻ്റെ ചില്ലുയർത്തി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? പറയൂ. അയാൾക്ക് വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു അല്ലേ? അമ്മയുമായി ബന്ധപ്പെട്ട ഇന്നലകളിലെ ഓർമ്മകൾ വീണ്ടും അയാളിലേക്ക് തികട്ടി വന്നു. തണുത്തപ്പോൾ അയാൾ ഓർത്തത് അമ്മയുടെ വയറ്റത്ത് പറ്റിക്കിടക്കുമ്പോൾ ലഭിച്ച ചൂടിനെ കുറിച്ചാണ്. കാച്ചെണ്ണയുടെ
സുഗതമായ ഗന്ധം, പുലർച്ചെ ഓലക്കൊടികൾ കത്തുന്ന ഗന്ധം എല്ലാം അയാളുടെ ഓർമ്മയിലേക്കെത്തി. ഒടുവിൽ തനിക്ക് അമ്മയെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ അയാളുടെ മനസ്സ് മന്ത്രിച്ചു. ഒന്നിനും കൊള്ളരുതാത്തവനെന്നൊരു പക്ഷേ ഭാര്യ കുറ്റപ്പെടുത്തുമായിരിക്കും, എങ്കിലും മടങ്ങിപ്പോവാതിരിക്കാൻ വയ്യ. ഓർമ്മകൾ അയാളുടെ തലയ്ക്കകത്ത് മുഴക്കം സൃഷ്ടിച്ചു. പിന്നിലേക്ക് നോക്കിയപ്പോൾ പിറകിലെ സീറ്റിൽ അമ്മ വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ അടച്ചിട്ടില്ല. ഒരു ദയവുമില്ലാതെ അമ്മ കണ്ണുകൾ തുറന്ന് തന്നെ വെച്ചിരിക്കുന്നത് എന്താണ്? ശരി, ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുക. ഈ പാഠഭാഗങ്ങളിലെ കൂടുതൽ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും വ്യാകരണ കാര്യങ്ങളും ഒക്കെയായി ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോഴേക്കും ഈ കവിത നിങ്ങൾ ആവർത്തിച്ച് വായിക്കണം. ക്ലാസ്സുകൾക്ക് യൂട്യൂബിൽ MJ ഓൺലൈൻ സെർച്ച് ചെയ്യുക. അഭിപ്രായങ്ങൾ അറിയിക്കണം. നന്ദി.